സ്വാഗതം. പ്രഭാത ടാരോ കാർഡ് റീഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഞാൻ 4 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. എന്താണ് ഇപ്പോഴുള്ള താങ്കളുടെ ശക്തി, സ്ട്രെങ്ത് എന്ന് പറയുന്ന ഇന്ന് എന്ത് വെല്ലുവിളിയാണ്, വീക്ക്നെസ് നേരിടാൻ സാധ്യതയുള്ളത്? ഇത് വീക്ക്നെസ്, ഇന്നത്തെ വീക്ക്നെസ് എന്തായിരിക്കും? എന്ത് വെല്ലുവിളിയാണ് ഇന്ന് നേരിടാൻ സാധ്യതയുള്ളത്? എന്ത് അവസരങ്ങളാണ് താങ്കളെ തേടി വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ ശക്തിയിൽ നിന്ന് തുടങ്ങാം. എന്തായിരിക്കും ഇന്ന് താങ്കളുടെ ശക്തി എന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ദ ഫസ്റ്റ് കാർഡായിട്ട് വന്നിട്ടുള്ളത് ദ ഫൂൾ എന്ന് പറയുന്ന കാർഡാണ്. ഇറ്റ്സ് എ വെരി പവർഫുൾ കാർഡ്. നിങ്ങൾക്ക് മിററിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതുപോലുള്ളൊരു വ്യക്തി ഇതുപോലെ ആവാൻ ശ്രമിക്കുന്നതാണ്. അതായത് പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ്. അപ്പോൾ ഇന്നത്തെ ശക്തി എന്ന് പറയുന്നത് പുതിയൊരു തുടക്കം തുടങ്ങാൻ പറ്റും. യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് മൂവ് ചെയ്യുന്നൊരു ദിവസമായിരിക്കും. അതാണ് ഇന്നത്തെ ശക്തി, സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പക്ഷേ എന്ത് വീക്ക്നെസ്സിനെ കുറിച്ചാണ് നാം ഇന്ന് അറിയേണ്ടത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കാർഡ് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീക്ക്നെസ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരില്ല എന്നുള്ളതാണ്. അതായത് വളരെ ഹാപ്പി ആയിട്ടിരുന്നുകൊണ്ട് നമ്മുടെ വികാരങ്ങളിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ആ വനിത ആ ജനലിൻ്റെ ഇതിൽ കൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നതല്ലാതെ വേറെ ആക്ഷൻ എടുക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ചില ചിന്തകളിൽ മുഴുകിയിരിക്കാനും കുറച്ച് സമയം അങ്ങനെ കളയാനും സാധ്യതയുണ്ട്. ഇന്നത്തെ ത്രെഡ്സ് അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഇന്നത്തെ വെല്ലുവിളിയായിട്ട് നമുക്ക് വന്നിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് 8 സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡാണ്. അതായത് സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. പക്ഷേ നമ്മുടെ വെല്ലുവിളിയായിട്ട് വരുമ്പോൾ ഇന്ന് നമ്മുടെ ടെമ്പർ പോകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സോഫ്റ്റ് പവർ ഉപയോഗിക്കേണ്ടടുത്ത് നമുക്ക് ദേഷ്യം വരും. അപ്പോൾ ഇന്ന് നമ്മുടെ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് അവസരങ്ങളാണ് നമുക്ക് വരുന്നത്? അതാണ് അവസാനത്തെ കാർഡ് ചോദിച്ചത്. അവസരങ്ങളായിട്ട് നമുക്ക് വരുന്നത് 7 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും 7 ഓഫ് കപ്സ് എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ കാർഡാണ്. നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും, ഒരുപാട് ഇത് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന് ബുദ്ധിമുട്ടുന്നൊരു കാർഡാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നാം നേരിടാൻ പോകുന്നത് അവസരങ്ങൾ കൂടുതൽ വന്നിട്ട് അതിന് ഏത് ചൂസ് ചെയ്യണം, ഏത് ശരിയാവും എന്ന് പറയുന്നൊരു ഭയമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഡിവൈൻ മെസ്സേജ് ഇതാണ്: താങ്കളുടെ ശക്തി, പുതിയ തുടക്കം. ഇന്നത്തെ അതായത് വീക്ക്നെസ് എന്ന് പറയുന്നത് ദിവാസ്വപ്നങ്ങളിരിക്കുക. വെല്ലുവിളി എന്ന് പറയുന്നത് ദേഷ്യം നിയന്ത്രിക്കേണ്ടി വരും. അവസരങ്ങൾ എന്ന് പറയുന്നത് പുതിയ വാതിലുകൾ നിന്ന് തുറക്കും. ഏത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണണം. താങ്ക് യു വെരി മച്ച്.